ഹായ്, ഞാൻ ഫാത്തിമ. ഞാൻ ഡിസംബർ 31 DHA ഫാർമസിസ്റ്റ് എക്സാം പാസ്സായത്. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് മെഡ്വെഞ്ചർ അക്കാഡമിയാണ്. എനിക്ക് എക്സാം നല്ല ഈസി ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലും കാൽക്കുലേഷൻസ് ആണെങ്കിൽ പോലും ഇക്വേഷൻസ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിട്ട് തന്നെ ആൻസേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെഡിസിനൽ കെമിസ്ട്രി എന്നാണെങ്കിൽ സ്ട്രക്ചറിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ നിന്നും മെറ്റീരിയൽസിൽ നിന്നും എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു 20ക്ക് അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു ഇത് കിട്ടും എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്നത് മെഡ്വെഞ്ചർ അക്കാഡമിയാണ്. പിന്നെ ക്ലാസ്സസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൻഡ്രൂ സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. നമുക്ക് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി തരും. ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്ക് ആ ക്ലാസ്സസ് കേട്ടാൽ മനസ്സിലാവും. പിന്നെ മോക്ക് ടെസ്റ്റും ഇമ്പോർട്ടൻറ്റ് ഫയൽസും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് DHAക്ക് അല്ലെങ്കിൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് എങ്ങനെയൊക്കെ ചെയ്താലാണ് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ നമ്മുടെ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയർ ആക്കി തരും. എന്തുകൊണ്ട് വൈ ദാറ്റ് ഓപ്ഷൻ എന്നുള്ളൊരു കാര്യം നമുക്ക് പറഞ്ഞ് ക്ലിയർ ആക്കി തരും. പിന്നെ ഞാൻ ഓരോ കുട്ടികളുടെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിവ്യൂസ് കാണുമ്പോൾ അവരെന്ത് ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു പാത്ത് ക്ലിയർ ചെയ്തത്, അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചു. ഞാൻ ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ ഓറിയൻ ഫയലും LF ഫയലൊക്കെ നല്ല രീതിക്ക് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 20+ ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പം ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അതൊക്കെ കണ്ടപ്പോൾ തന്നെ. പിന്നെ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പം എക്സാമിൻ്റെ തലേന്നൊക്കെ അത് മാത്രം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കാൽക്കുലേഷൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കി. അങ്ങനെയാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു പോകുന്നത്. എനിക്ക് മുന്നേയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എക്സാം എഴുതി കഴിഞ്ഞിട്ടും എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. താങ്ക് യു.